ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിഫർ ഫൺ വ്ലോഗ്. അപ്പൊ ഇന്ന് ഞങ്ങളിപ്പോൾ എവിടെ ഉള്ളത് എന്ന് വെച്ചാൽ നല്ല വൈബുള്ള, ഞാനും കൂടി ഇതുവരെ കാണാത്തൊരു സ്ഥലത്താണ്. അതും ഞങ്ങളെ അടുത്ത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഈവനിങ് വൈബ് ഇവിടെ ഒക്കെ കുറച്ച് സ്ഥലത്ത് മഴയൊക്കെ പെയ്തിട്ട് ഇതിന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങള് ഉപ്പയുമായി അങ്ങോട്ട് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. ഈവനിങ് വൈബ് നമുക്കിട്ട് ആസ്വദിച്ച് തമ്മത്ത് എൻജോയ് ചെയ്യാം അല്ലേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞങ്ങളിപ്പോ എവിടെ വന്ന് നിൽക്കണെന്ന് അറിയാമോ? കുന്തിപ്പുഴയുടെ മേലെയുള്ള റെയിൽവേ പാലത്തിന്റെ മേലിലാണ് കേട്ടോ ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളിവിടെ പാലക്കാട് മലപ്പുറം ബോർഡറായ ഇരുമ്പിളിയം എന്ന ഗ്രാമത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എൻ്റെ ജന്മസ്ഥലം കൂടിയാണ്. അപ്പോൾ ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. ഇത് കുന്തിപ്പുഴ. അവിടെയാണ് ഭാരതപ്പുഴയും കുന്തിപ്പുഴയും യോജിക്കുന്ന സ്ഥലം അല്ലേ. അപ്പം ആ അവിടെ ഒരു ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട്. അത് പണി പൂർത്തിയാവാനുണ്ട്. അപ്പൊ ആ കാണുന്ന സ്ഥലമാണ് മഹാനായ MT വാസുദേവൻ നായരുടെ ജന്മസ്ഥലം. അപ്പോൾ ഇത് ഭയങ്കര വൈബാട്ടോ. ഞങ്ങളിവിടെ നിന്നിട്ട് എത്ര അടുത്ത് ഒരു തീവണ്ടി പോയി. യെസ്, റഫാനൊക്കെ പേടിച്ച് മൂത്രയൊക്കെ പൊട്ടിട്ട് കുലിയാന്ന് ഫാത്തിയ വരെ യാസിന്റെ തുടക്കത്തുമ്പോഴത്തേക്ക് മുന്നായിട്ട് കഴിഞ്ഞു. അവിടെ പേടിക്കാതായിരുന്നു ഞാൻ. ഭയങ്കര പാലം തീവണ്ടിയുടെ കൂടിയിട്ട് വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേഷൻ ഉണ്ടായിരുന്നു. നമ്മള് അതിന്റെ ഇടയിൽ എന്തൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞങ്ങൾ ഇനി ഒരു ട്രെയിനും കൂടി ചെറുപ്പത്തിലെ എനിക്ക് തീവണ്ടിന്റെ സാധനം പോയി. ചെറുപ്പത്തിലെ എനിക്ക് തീവണ്ടിയുടെ സാധനം പേടിയാണ്. ആ കാണുന്നതാണ് കുന്തിപ്പുഴ. ഈ കുന്തിപ്പുഴ വരുന്നത് മണ്ണാർക്കാട് ഭാഗത്ത് നിന്നാണ്. ഞങ്ങൾ അതിന്റെ മേലെയുള്ള റെയിൽവേ ബ്രിഡ്ജിലാണ് നിൽക്കുന്നത്. ഈ കുന്തിപ്പുഴ നേരെ പോയി അവിടെ വെച്ച് ഭാരതപ്പുഴയിൽ ചേരും. അങ്ങനെ ഭാരതപ്പുഴയിൽ ഇങ്ങനെ ഒഴുകി പോയിട്ട് അറബിക്കടലിൽ വെച്ച് അത് അവസാനിക്കും. അറബിക്കടലിൽ നേരെ അതൊക്കെ കഴിയും. അത് ഈ റൂട്ടാണ്. ഇത് മലപ്പുറം റൂട്ട്. ഇവിടെ ജില്ല ഇതുവഴിയാണ് കുറ്റിപ്പുറം ആ ഒരു ഭാഗത്തേക്കൊക്കെ പോണത്, കോഴിക്കോട് ആ ഒരു ഭാഗത്തേക്കൊക്കെ പോണത് ഇതുവഴിയാണ്. അത് പാലക്കാട് ജില്ല. ഈ വഴിയാണ് ഷൊർണൂർ റൂട്ടാണ് ഈ വഴി. ഇങ്ങോട്ട് നോക്കി അവിടെ ഇങ്ങോട്ട് ഇതിനു മുന്നേ അപ്പുറത്തെ ട്രാക്കില് വന്ദേ ഭാരതിന്റെ ഓറഞ്ച് കളറുള്ള ഒരു ട്രെയിൻ. അതില് അത് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇതൊന്നും ഒന്നും അല്ലേ വന്ദേ ഭാരതിന്റെ. അതൊരു പാവം പോലെ. ഇതൊക്കെ നല്ല പിന്നീട് നമ്മളിപ്പോ കണ്ടത് മറ്റേ ഗുഡ്സ് ട്രെയിനാണ് കണ്ടത് കേട്ടോ. അതാണ് ഗുഡ്സ് ട്രെയിൻ കണ്ടത്, പാസഞ്ചർ ട്രെയിൻ അല്ല. അത് ഞങ്ങൾ എടുത്ത് വന്നിട്ടാണ് ഓർണടിച്ച് അതില് ആകെ പഠിച്ച്. പിന്നെ ഇതിങ്ങനെ കിടന്ന് ഇങ്ങനെ ഇളകി വീട്ടിൽ നിന്ന് ഭയങ്കര ധൈര്യം അല്ലടാ. ഇങ്ങോട്ട് തല്ലുകൂടാ. നല്ല ധൈര്യാണല്ലേ. ഇങ്ങോട്ട് നോക്കാത്തെന്താ? ഇവിടെ എല്ലാരും ഇറങ്ങണൊക്കെ ഉണ്ട് ഇതിന് നടുവില്. ഞങ്ങൾക്ക് അത് എന്താ പറയട്ടൊരു അത് വേണ്ട, പേടിയാണ്, ഡേഞ്ചറാണ്. നമുക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. ഫ്രണ്ട്സ്, ഇപ്പൊ ട്രെയിൻ വരും. ട്രെയിനിന്റെ ഒരു ചെറിയൊരു പൂക്കൂരിയൊക്കെ
പ്രാവശ്യം സിഗ്നലില് ഗ്രീൻ എത്തുന്നുണ്ട്. ഞങ്ങളിപ്പോ സേഫ്റ്റി സോണിലാണ് നിൽക്കുന്നത്. തൊട്ടടുത്താണെന്ന് പറഞ്ഞാൽ കൂടി ഞങ്ങൾ വിശ്വസിക്കില്ലല്ലേ. അതന്നെ അവിടെ പച്ച കത്തിയിട്ടുണ്ട്, ചുവപ്പാവുമ്പോ ഇപ്പൊ വരും. ഞാൻ ചെയ്യുമ്പോ ചോപ്പ് സൗണ്ട് പേടിയാണ് guys. പേടി. അല്ലാ 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 അത് ആ ട്രാക്കിലാണ് പോണടാ. അപ്പൊ എന്തിനാ എത്ര പേടിക്കണേ? മലക്ക് പേടിയാണ്. ഇവിടൊക്കെ ഒരു കുലുക്കം പറയും ഇവിടെ ഒരു കുലുക്കം വൈബ്രേഷൻ. ഇനി ഉണ്ടോ വേറെ ട്രെയിൻ ഉണ്ടാവും? അതേ ട്രാക്കിലും കൂടി വന്നിട്ട് പോവാം. നമുക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, ചളി എടുക്കട്ടെ. ഇനിയിപ്പോ ആ ട്രെയിനിൽ പോയാ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.